ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലാണ്, ഇപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയാം. ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം. ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡാണ്. വൈക്കന്ന് എൻ്റെ ഉപ്പച്ചിൻ്റെ ഫ്രണ്ടിനെ എടുക്കാനുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ വീട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാവരും മാറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും ഒരു മോനുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ യാത്രയിലേക്ക് തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഏത് സ്ഥലം ഞാൻ പറഞ്ഞതാണ്, എത്തിയിട്ട് പറയാമെന്ന്. അപ്പോൾ നമുക്ക് പോകാം. നമുക്ക് നേരെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വായോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഉച്ചക്ക് 1 മണിക്ക് ഞങ്ങൾ തൃശ്ശൂരെത്തി. അപ്പോഴാണ് ശരവണ്ണ ഹോട്ടൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ അവിടുന്ന് സദ്യ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സദ്യ കിട്ടിയില്ല. ഞങ്ങൾ കഴിച്ച ഫുഡ് സെറ്റ് ചോറായിരുന്നു. സംഭവം ഫുഡ് അടിപൊളിയായിരുന്നു. ആരെങ്കിലും ആ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ ശരവണ ഭവൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് നോക്കൂ. ഇവരുടെ ഹോട്ടൽ പലയിടത്തും ഉണ്ട്. ഞങ്ങൾ മസ്കത്തിൽ പോയപ്പോൾ അവിടെ നിന്നും കയറിയിരുന്നു ശരവണ്ണ ഹോട്ടലിൽ. അവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു. ഒരു ഫ്രൈഡ് റൈസും ബാക്കി സെറ്റ് ചോറുമാണ് മേടിച്ചിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. സെറ്റ് ചോറിലുള്ള പപ്പടത്തിൻ്റെ വലിപ്പം നോക്കൂ. പരിപ്പ് വട, കൊണ്ടാട്ടം, ചപ്പാത്തി, എല്ലാ ഐറ്റംസും നമ്മളെടുത്തുണ്ട്. ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള സ്വീറ്റ്സൊക്കെയാണ് ഇത്. ഞങ്ങൾ സ്വീറ്റ്സ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിതാ 2 പോപ്പ് ഐസ്ക്രീമും 1 മാംഗോ ബാറുമാണ് വാങ്ങിയത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പോപ്പ് ഐസ്ക്രീം കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ബാക്കിലൊരു തെച്ചിപ്പൂവിൻ്റെ തോട്ടങ്ങൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടർന്നു.
നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കൂടെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഫുള്ളൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളിതാ വണ്ടിയിൽ പോയി സ്ഥലം എത്താനായി. ഞങ്ങളിതാ പാർക്കിങ്ങിലോട്ടേക്ക് പോവാണ്. പാർക്കിങ്ങിലേക്ക് ഒരു കുണ്ടാണ്, ഇതിലൂടെ ഇറങ്ങിയിട്ടാണ് പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ പോവുക. ഞങ്ങൾ പാർക്കിങ് ചെയ്ത സ്ഥലത്ത് കണ്ട ട്രീ ആണിത്. നല്ല ഭംഗിയുള്ള ട്രീ ആണ്. ഞാനതിൻ്റെ ഇടയിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഇത് ഞങ്ങൾ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറി. കട്ടൻ ചായ പിന്നെ ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. ഇതൊക്കെ കടയിൽ കയറി വരുമ്പോഴുള്ള ക്യാൻഡീസാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു കടയിലുണ്ട് ക്യാപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ഥലത്തൊക്കെ കയറുന്ന സ്ഥലമാണിത്. സ്ഥലത്തിൻ്റെ പേരാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തേക്ക് പോവാൻ കുറേ ദൂരം ഉണ്ട് കേട്ടോ, നല്ല ദൂരെയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ എത്തി. ഇപ്പം ഞങ്ങൾ കുളിക്കാൻ കയറുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം നിന്നു കുളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറേ മുങ്ങൊക്കെ കഴിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുളിക്കുമ്പോൾ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചക്കര അതിൻ്റെ ഉള്ളിലൊക്കെ തട്ടി വെച്ചിട്ട് ചാടും. കുഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതിൽ ചാടി വീഴും. പിന്നെ കാലൊക്കെ അങ്ങനെ വേദനയായി. എൻ്റെ കാലിമൊക്കെ കുറേ മുറി ഉണ്ടായിരുന്നു. ആ വെള്ളം കുടിച്ചാൽ
അവിടെ വീഴാൻ പാടില്ല, അത്രക്കാണ്. മാത്രമല്ല വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അവിടെ ഉണ്ടായിരുന്ന ട്രീസൊക്കെയാണ് കേട്ടോ ഇത്. കല്ലുമ്മ എങ്ങനെ ട്രീ, അതൊക്കെ ഞാനും ആലോചിക്കണം. കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.